നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് വിതരണം ഇന്നു മുതൽ. NTA-യുടെ വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഈ മാസം 21-ാം തീയതിയാണ് നീറ്റ് പുനഃപരീക്ഷ നടക്കുന്നത്. പുനഃപരീക്ഷയിൽ 15 മിനിറ്റ് അധികം അനുവദിക്കും. 2 മണിക്ക് തുടങ്ങുന്ന പരീക്ഷ 5:15-നാവും അവസാനിക്കുക. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകാനുണ്ട്. നോബിൾ, അപ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നാണ് മെയ് 3-ലെ നീറ്റ് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കുന്നത്. ഇനിയിപ്പോൾ പുനഃപരീക്ഷയാണ്. അതിൽ യാതൊരു വീഴ്ചയും സംഭവിക്കാൻ പാടില്ല. എല്ലാം അത്ര കൃത്യമായിട്ടായിരിക്കണം കാര്യങ്ങൾ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായില്ലേ? ഷിയാസ്, പഴുതടച്ച സുരക്ഷയാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം മെയ് 3-ലെ പരീക്ഷ റദ്ദാക്കേണ്ട സാഹചര്യം വന്നത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് തുടർന്നായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ 21-നാണ് അടുത്ത പരീക്ഷ നടക്കാൻ പോകുന്നത്. ആ പരീക്ഷയിൽ ഒരു തരത്തിലുമുള്ള ചോദ്യപേപ്പർ ചോർച്ചയോ അല്ലെങ്കിൽ അതുതരത്തിലുള്ള ഒരു തരത്തിലുള്ള മറ്റ് നീക്കങ്ങളോ ഉണ്ടാകരുതെന്ന് കേന്ദ്ര സർക്കാരിന് ഉറപ്പുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ തരത്തിലുള്ള പഴുതും അടച്ചുകൊണ്ടാണ് ഇത്തവണ പരീക്ഷ നടക്കുന്നത്. അതുമാത്രമല്ല, കേന്ദ്ര ഏജൻസികളുടെ സഹായം അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തേടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ വ്യോമസേനയുടെ അടക്കം സഹായങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹാൾ ടിക്കറ്റ് ഇന്നു മുതൽ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റിൽ നിന്ന്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ നിന്ന് പാസ്വേഡും അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നു മുതൽ അവർക്ക് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് 15 മിനിറ്റ് അധികം നൽകിയിട്ടുണ്ട്. 2 മണിക്കാണ് 21-ാം തീയതി പരീക്ഷ ആരംഭിക്കുക. 5:15 വരെ പരീക്ഷയ്ക്കുള്ള സമയമുണ്ട്. എക്സ്ട്രാ പേപ്പർ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഏതാണെങ്കിലും വലിയ തരത്തിൽ സുരക്ഷയെ പൂർണ്ണമായും എടുത്തുകൊണ്ട് ഒരു തരത്തിലും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാക്കരുതെന്ന തീരുമാനത്തിലായിരുന്നു പരീക്ഷ പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സംഘത്തെ പോലും പുറത്തുവിട്ടിട്ടില്ല. അവരെയൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് ലോക്ക്ഡൌൺ ചെയ്തിരിക്കുകയാണെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർക്ക് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഈ അധ്യാപകർ, ട്രാൻസ്ലേറ്റേഴ്സ് അടക്കമുള്ള ആളുകൾക്ക് മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ അത്രയ്ക്ക് വലിയ പഴുതടച്ച സുരക്ഷയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കാരണം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ കേന്ദ്ര സർക്കാർ വഴികേട്ട സാഹചര്യമുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഇപ്പോഴും ഇതിൽ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി ഏതെങ്കിലും തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയോ മറ്റെന്തെങ്കിലും ക്രമക്കേടോ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് കേന്ദ്ര സർക്കാരിനും അറിയാം. ഒരു തരത്തിലുള്ള പാളിച്ചയും ഉണ്ടാവാതെ നീറ്റ് പുനഃപരീക്ഷ സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.